ദേവസ്വം ബോർഡിന്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി അത് രണ്ടാം തവണയാണ് കെ മുരളീധരൻ പരസ്യമാക്കുന്നത്. പ്ലീഡർ നിയമനവും ശ്യാംകുമാറിന്റെ നിയമനവും മന്ത്രിയുടെ അറിവോടെയല്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഏറ്റവും പ്രധാന വകുപ്പുകളിൽ ഒന്നുകൂടിയായ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും ദേവസ്വം ബോർഡും തമ്മിൽ അഭിപ്രായ സമവായമില്ലേ? ഇക്കാര്യമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഹലോ മലയാളത്തിൽ ഞാൻ നേരെ പോകുന്നു ന്യൂസ് ആംഗിളിലേക്ക്. ദേവൻ എം പി ആണ് വിശകലനങ്ങളുമായി നമുക്കിപ്പം തത്സമയമുള്ളത്. ദേവൻ, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ ഈ ഒരു സർക്കാർ പുതുതായി അധികാരമേറ്റതിനു ശേഷം മുഴുവൻ ഈ പ്രതിസന്ധിയായി നിൽക്കുന്നത് എല്ലാം ഏത് വകുപ്പിലാണെങ്കിലും നിയമന വിവാദങ്ങളും സ്ഥലം മാറ്റങ്ങളും ഒക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ട വകുപ്പാണ് ദേവസ്വം വകുപ്പ്. 2 നിയമനങ്ങളാണ് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ വിവാദമായത്. ആ 2 വിവാദങ്ങൾ സജീവമായി ചർച്ചയാകുമ്പോഴും വകുപ്പ് മന്ത്രിയും വകുപ്പും രണ്ടുപേരും 2 നിലപാട് സ്വീകരിക്കുന്നതും 2 തരത്തിൽ പ്രതികരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ഏറ്റവും ഒടുവിൽ കെ മുരളീധരൻ നടത്തിയ പ്രതികരണം പോലും സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ഒരാളെ വകുപ്പിന്റെ ഉന്നതങ്ങളിൽ നിയമിക്കുന്നത് സർക്കാരിനും ഈ വിഷയത്തിൽ ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരാൻ ഇടയാകും. അങ്ങനെ ഒന്നും ഉണ്ടാക്കരുത് എന്നാണ് അദ്ദേഹം അവസാനമായി പ്രതികരിച്ച ഒന്ന്. ശരിക്കും ഈ വിവാദങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ സർക്കാരും മന്ത്രിയും രണ്ടുപേരും ബോർഡും ദേവസ്വം ബോർഡും മന്ത്രിയും രണ്ടുപേരും 2 വഴിക്കാണ്. അങ്ങനെ വേണോ വിലയിരുത്തേണ്ടത് ദേവൻ? ഗുഡ് മോർണിംഗ് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു വിവാദമായിരിക്കുന്നത് അത് UDF സർക്കാർ നടത്തുന്ന നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനം മുതൽ തുടങ്ങിയാണ് അത്തരത്തിലുള്ള വിവാദങ്ങൾ. ഏതായാലും ഇപ്പോൾ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം വകുപ്പിലാണ് ഇപ്പോൾ തുടർച്ചയായി 2 നിയമനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ വിവാദങ്ങൾ തൊട്ടു പിന്നാലെ തന്നെ ഉയർന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ടുകൊണ്ട് തന്നെ KB പ്രദീപ് എന്ന് പറയുന്ന അഭിഭാഷകനെ നിയമിച്ചുകൊണ്ടുള്ള നിയമന ഉത്തരവിലാണ് ആദ്യഘട്ടത്തിൽ വിവാദം ഉയർന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായ KB പ്രദീപിനെ തന്നെ ഈ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന പോലെ നേരിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി തന്നെ സർക്കാരിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ബന്ധം വരുന്ന തരത്തിലുള്ള ഒരു നടപടിയായി മാറുമെന്നൊരു വിലയിരുത്തൽ എല്ലാ പക്ഷത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ആ നിയമനം തന്നെ പിന്നീട് റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ദേവസ്വം വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 70ഓളം ആൾക്കാരുടെ നിയമനം ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥന്റെ നിയമനം അത് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് ഒരു വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ ചോദ്യം ചെയ്യൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥനെയാണ് ഒരു തന്ത്രപ്രധാനമായ ചുമതല നൽകിക്കൊണ്ട് തന്നെ ഒരു സ്ഥാനമാറ്റം ദേവസ്വം വകുപ്പിൽ നൽകിയിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും ഒരു ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വലിയ രീതിയിലൊരു ഉത്തരവാദിത്വം ആ ഉദ്യോഗസ്ഥന് നൽകുന്ന ഒരു ചുമതല കൂടിയാണ്. അത്തരം ഒരു നിയമനം ഈ ശ്യാംപ്രകാശിന്റെ കാര്യത്തിൽ നടത്താനുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തത് മന്ത്രി അറിയാതെ എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതായത് ഇക്കാര്യത്തിൽ കെ മുരളീധരൻ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തന്നെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരം നിയമനങ്ങൾ നടത്തുമ്പോൾ അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിന് നേരിട്ട് പങ്കുണ്ടെന്നുള്ള ഒരു പൊതുബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യമാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ മന്ത്രിയുടെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ മന്ത്രി തന്നെ നേരിട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിട്ടുമുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിന് ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ ശ്യാംപ്രകാശിന്റെ കാര്യത്തിൽ വിജിലൻസ് ക്ലിയറൻസ് എല്ലാം തന്നെ ലഭിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരം ഒരു സ്ഥാനമാറ്റം നൽകുന്നതിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം. ഏതായാലും ഇന്ന് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് യോഗം ചേരുന്നുണ്ട്. യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമാവുക ഇത്തരം നിയമനങ്ങൾ തന്നെയാകും. പ്രത്യേകിച്ച് മന്ത്രിയും ബോർഡും 2 തട്ടിൽ, അതായത് മന്ത്രിക്കും ദേവസ്വം ബോർഡിനും 2 അഭിപ്രായങ്ങളാണ് ഈ നിയമനത്തിനെല്ലാം തന്നെ കാര്യങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അത്തരത്തിൽ 2 അഭിപ്രായങ്ങളിൽ മന്ത്രിയും ബോർഡും നിൽക്കുമ്പോൾ മുന്നോട്ടുള്ള ദേവസ്വം ബോർഡിന്റെയും ഒപ്പം തന്നെ വകുപ്പിന്റെയും മുന്നോട്ടുള്ള നടപടികളിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളൊരു വലിയ ചോദ്യമായി ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ യോഗത്തിൽ ഒരുപക്ഷേ ഈ സ്ഥാനമാറ്റം പുനഃപരിശോധിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. സേതു. ഓക്കെ ദേവൻ.